ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളിൽ ഒന്നാണ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ നിരവധി വായ്പാ സേവനങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ടതാണ് ബാങ്ക് ഓഫ് ബറോഡ നൽകുന്ന ഭവന വായ്പകൾ അഥവാ ഹോം ലോൺസ്. ആർക്കൊക്കെ ഈ ഹോം ലോൺസ് ലഭിക്കും, ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തെല്ലാമാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ഇതിന്റെ വായ്പാ തുക, പലിശ നിരക്ക്, പ്രോസസിംഗ് ഫീസ്, മറ്റ് ചാർജുകൾ തുടങ്ങിയ ഈ വായ്പയെക്കുറിച്ച് അറിയേണ്ട സമ്പൂർണ്ണ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഞാൻ ഇതുപോലെ അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് യഥേഷ്ടം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. എന്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ബാങ്ക് ഓഫ് ബറോഡ ഹോം ലോണുകൾ ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന NRIസിന് ലഭ്യമാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥിര വരുമാനവും സിബിൽ സ്കോറും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഒരു വീട് നിർമ്മിക്കുവാൻ നിലവിൽ ഒരു വീടുണ്ട്, ആ വീടിന്റെ വിപുലീകരണം, അറ്റകുറ്റപ്പണികൾ, അല്ലെങ്കിൽ നമുക്കൊരു അപ്പാർട്ട്മെന്റ് അഥവാ ഒരു വീട് വാങ്ങുവാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ബാങ്ക് ഓഫ് ബറോഡ ഹോം ലോൺസ് നൽകാറുണ്ട്. വസ്തുവിൽ നിർമ്മിക്കാൻ പോകുന്ന വീടും അഥവാ നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ബാങ്കിന് നമ്മൾ എടുക്കുന്ന വായ്പയുടെ തിരിച്ചടവ് തീരുന്നവിടം വരെ ഈടായി പണയപ്പെടുത്തിയാണ് ഈ വായ്പ നമ്മൾ ലഭ്യമാക്കേണ്ടത്. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കൻസിന്റെയും പ്രായം, വരുമാനം, സിബിൽ സ്കോർ, അതുപോലെ നമ്മൾ ഈടായി നൽകുന്ന വസ്തുവിന്റെ മൂല്യം തുടങ്ങിയവ പരിഗണിച്ച് പരമാവധി 10 കോടി രൂപ വരെയാണ് ബാങ്ക് ഓഫ് ബറോഡ ഭവന വായ്പ ഇനത്തിൽ നൽകാറുള്ളത്. നമ്മൾ എടുക്കുന്ന വായ്പയ്ക്ക് പരമാവധി 30 വർഷം വരെ തിരിച്ചടവ് കാലാവധിയും ലഭിക്കും. വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 8.60% കൃത്യമായിട്ട് ഒരു പലിശ നിരക്ക് പറയാത്തതിന്റെ കാരണം വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കന്റെയും സിബിൽ സ്കോർ പരിഗണിച്ചാണ് ബാങ്ക് എന്തുമാത്രം പലിശ ഈടാക്കുന്നത് തീരുമാനിക്കുന്നത്. കൂടാതെ ബാങ്കുകളുടെയും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ച് പലിശ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകാം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു പലിശ നിരക്ക് പറയാതെ 8.60% ആരംഭിക്കുന്നത് പറയുന്നത്. കൃത്യമായിട്ട് ഒരു പലിശ നിരക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി വായ്പ എടുക്കുന്ന സമയത്താണ് അത് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ സിബിൽ സ്കോർ നമ്മുടെ പലിശ നിരക്കിനെയും അതുപോലെ വായ്പാ നിരക്കിനെയും വലിയ തോതിൽ ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഭവന വായ്പ എന്ന് പറയുമ്പോൾ ഒരു 800-ന് മുകളിലൊക്കെ നല്ലൊരു സിബിൽ സ്കോർ എന്ന് പറയാം. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലിശ നിരക്കിൽ കുറയുന്നതാണ്. അതുപോലെ തന്നെ ബാങ്കുകൾ എളുപ്പം നമുക്ക് വായ്പ ലഭ്യമാക്കുന്നതാണ്. എന്താണ് സിബിൽ സ്കോർ, എങ്ങനെ സിബിൽ സ്കോർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന ഒരു വീഡിയോ ഇതിനോടകം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. പ്രോസസിംഗ് ഫീസ് എടുത്ത വായ്പയുടെ 0.50% വരെയാകും. കൂടാതെ GST, സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടാതെ മറ്റു ചാർജുകൾ ബാങ്ക് നമ്മളിൽ നിന്ന് ഈടാക്കുന്നതാണ് ഈ ഭവന വായ്പ ലഭ്യമാകുവാൻ. ബാങ്ക് ഓഫ് ബറോഡയിൽ സാലറി അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്, ഫാമിലി അക്കൗണ്ട്, പിന്നെ സ്ത്രീകൾക്ക് ഈ പലിശ നിരക്കിൽ ഒരു പ്രത്യേക പരിഗണന ബാങ്ക് നൽകുന്നുണ്ട്. നമ്മളൊരു വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് അഥവാ വീട് വാങ്ങാനോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എന്തുമാത്രം തുകയാകുമോ അതിന്റെ 90% വരെ മാത്രമേ നമുക്ക് വായ്പയായിട്ട് ലഭ്യമാകുകയുള്ളൂ. ബാക്കി തുക നമ്മൾ തന്നെ കണ്ടെത്തേണ്ടി വരും. അതായത് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ എസ്റ്റിമേഷൻ പ്ലാനിൽ മുഴുവൻ തുക നമ്മൾ രേഖപ്പെടുത്തും. അത് 50 ലക്ഷം രൂപയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എങ്കിൽ നമുക്ക് പരമാവധി 45 ലക്ഷം രൂപ വരെ വായ്പയായിട്ട് ലഭ്യമാവുകയുള്ളൂ. ബാക്കി തുക നമ്മൾ കണ്ടെത്തണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ വരുമാനം, വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും അതുപോലെ തന്നെ കോ ആപ്ലിക്കൻസിന്റെയും വരുമാനം, ജോലി എല്ലാം ഇതിന് ബാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഈട് നൽകിയ വസ്തുവിന്റെ മൂല്യവും ഇതിന് ബാങ്ക് പരിഗണിക്കുന്നതാണ് വായ്പ തുകയ്ക്ക്. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് പുറമെ സാധാരണയായി എല്ലാ ബാങ്കുകളെ പോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയും 2 കോ ആപ്ലിക്കൻസിനെ 2 ജാമ്യക്കാരെ ആവശ്യപ്പെടാറുണ്ട്. ഈ 2 കോ ആപ്ലിക്കൻസ് ആയിട്ട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ നമുക്ക് നിർത്തുവാൻ സാധിക്കത്തുള്ളൂ. ജാമ്യക്കാരായിട്ട് നമുക്ക് ആരെയും നിർത്തുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയെ പോലെ തന്നെ കോ ആപ്ലിക്കൻസിന് നല്ലൊരു വരുമാനവും അതുപോലെ നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. ഈ കോ ആപ്ലിക്കൻസിനും ജാമ്യക്കാർക്കും നല്ലൊരു വരുമാനവും സിബിൽ സ്കോറും ഉണ്ടെങ്കിൽ അതുപോലെ നല്ലൊരു ജോലി സ്ഥിരത ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മളുടെ വായ്പ തുക ഉയരാൻ അത് കാരണമാകും. കൂടാതെ നമ്മളുടെ വസ്തുവിൽ, അതായത് നമ്മൾ ഈട് നൽകുന്ന വസ്തുവിൽ നമ്മളിൽ കൂടാതെ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അവരും കോ ആപ്ലിക്കൻസ് ആയിട്ട് ഈ വായ്പയ്ക്ക് നിൽക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്ന് ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. പഴയ വീട് റിനോവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മക്കള് പുതിയതായിട്ട് വീട് വെക്കുകയും ചെയ്യുന്നത് ഒരു ട്രെൻഡ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വായ്പകൾക്ക് ഇപ്പൊ ആവശ്യക്കാർക്ക് ഏറെയാണ്. അതുകൊണ്ട് നല്ലൊരു കസ്റ്റമേഴ്സിന് മാത്രമേ ഇപ്പൊ ബാങ്കുകൾ ഇങ്ങനെയുള്ള വായ്പകൾ നൽകാറുള്ളൂ. ഈ നല്ല ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അവരുടെ ക്രെഡിറ്റ് പ്രൊഫൈലാണ് ബാങ്ക് പരിഗണിക്കുന്നത്. അത് അവരുടെ ജോലി സ്ഥിരത, അതുപോലെ തന്നെ പ്രതിമാസ വരുമാനം, പിന്നെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ അവരുടെ സിബിൽ സ്കോറും വലിയൊരു ഘടകമാണ് ഇങ്ങനെയുള്ള വായ്പകൾ ലഭ്യമാക്കുവാൻ. ഇനി ഈ വായ്പയ്ക്ക് ആവശ്യമായ രേഖകളെല്ലാം നമുക്ക് നോക്കാം.
നിങ്ങൾ NRIs ആണെങ്കിൽ ഈ കാണുന്ന ഡോക്യുമെൻറ്റ്സ് മുഴുവൻ നിങ്ങൾക്ക് നൽകേണ്ടി വരും. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പാസ്പോർട്ട് ആൻഡ് വിസ, എംപ്ലോയർ ID കാർഡ്, ഓവർസീസ് അഡ്രസ് പ്രൂഫ്, നിങ്ങൾ POI ആണെങ്കിൽ അതിൻ്റെ ID കാർഡ്, പിന്നെ നിങ്ങൾ നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകൾ KYC ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നൽകുവാൻ സാധിക്കും. കൂടാതെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മൾ നൽകേണ്ടി വരും. നമ്മൾ ഈട് നൽകുന്ന വസ്തു അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുവാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ രേഖകൾ നൽകണം. ആധാരങ്ങൾ, മുന്നാധാരങ്ങൾ, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ബാധ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം 30 വർഷത്തെയെങ്കിലും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. പിന്നെ കരമടച്ച രസീത്, ലൊക്കേഷൻ സ്കെച്ച്, NOC എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വായ്പ എടുത്തിട്ടുണ്ട് ഈ വസ്തു വെച്ചെങ്കിൽ അത് നമ്മൾ തിരിച്ചടച്ചതിനുള്ള ഒഴിമുറി സർട്ടിഫിക്കറ്റ് അഥവാ NOC ബാങ്ക് ആവശ്യപ്പെടും. അനുമതി പത്രങ്ങളായിട്ട് എസ്റ്റിമേഷൻ പ്ലാന്, ബിൽഡിംഗ് പെർമിറ്റ്, അപ്രൂവ്ഡ് പ്ലാന്, ഇത്രയും രേഖകൾ നൽകണം. എസ്റ്റിമേഷൻ പ്ലാനിലാണ് ആകെ എത്ര തുകയാകും ആ ഭവനം നിർമ്മിക്കാൻ എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, ഇൻകം ടാക്സ് റിട്ടേൺ കുറഞ്ഞത് 2 വർഷത്തെയെങ്കിലും വേണ്ടി വരും. 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ബാങ്ക് ആവശ്യപ്പെടും. നിങ്ങൾ NRIs ആണെങ്കിൽ ഇൻകം പ്രൂഫിനായിട്ട് വാലിഡ് വർക്ക് പെർമിറ്റ്, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, 3 മാസത്തെ സാലറി സ്ലിപ്പ് ഓർ സാലറി സർട്ടിഫിക്കറ്റ് അത് അറ്റസ്റ്റ് ചെയ്തായിരിക്കണം. 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ രേഖകൾ ബാങ്ക് ആവശ്യപ്പെടും. നിങ്ങൾ സ്വയം തൊഴിൽ പോലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൂഫ്, നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഇൻകം, ചാർട്ടേഡ് അക്കൗണ്ട്, സർട്ടിഫൈഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, 6 മാസത്തെ ബിസിനസ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ രേഖകൾ നൽകണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ബാങ്കിൽ നിന്ന് ഹോം ലോൺസ് എടുത്താലും നമ്മൾ എടുക്കുന്ന വായ്പയെക്കാളും 3 ഇരട്ടിയോളമാണ് നമ്മൾ തിരിച്ചടക്കേണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ തിരിച്ചടവ് കാലാവധി കൂടും തോറും നിങ്ങളുടെ EMI കുറയുമായിരിക്കും, പക്ഷെ നിങ്ങൾ അടക്കേണ്ട തുക പലിശ മാത്രം വലിയൊരു തുകയാണ് വരുന്നത്. അതുകൊണ്ട് പരമാവധി നമ്മൾ എപ്പോഴും നമ്മുടെ തിരിച്ചടവ് കാലാവധി കുറച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് അത്ര കുറച്ച് നമ്മൾ തിരിച്ചടച്ചാൽ മതി. എന്തുമാത്രം കൂടുന്ന പരമാവധി 30 വർഷമൊക്കെയാണ് ബാങ്കുകൾ നമുക്ക് തിരിച്ചടവ് കാലാവധിയായി ലഭ്യമാക്കുന്നത്. എന്നാൽ ഈ 30 വർഷമൊക്കെ വെക്കുമ്പോൾ നമ്മൾ 3-4 ഇരട്ടി നമ്മൾ തിരിച്ചടക്കേണ്ട കാര്യം വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബാങ്ക് ഓഫ് ബറോഡയുടെ ഭവന വായ്പയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി നൽകുന്നതാണ്. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ഓഫ് ബറോഡയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.